തൃശൂരിൽ അക്യൂപങ്ചർ സഹായത്തോടെ പ്രസവിച്ച യുവതി മരിച്ച സംഭവത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താൻ ശുപാർശ. മരിച്ച മുഹ്സിനിയുടെ ഗർഭപാത്രം മുതൽ എല്ലാ ഭാഗങ്ങളും അണുബാധയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അശാസ്ത്രീയമായ അക്യൂപങ്ചർ ചികിത്സ നൽകിയ യുവതിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. 24 എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാറാണ് തൃശൂരിൽ നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, ഇത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. ഇഞ്ചിഞ്ചായി നരകിച്ചാണ് യുവതി മരിച്ചതെന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഒപ്പം തന്നെ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താനുള്ള തീരുമാനം അത് അന്തിമമായിട്ടുണ്ടോ? ഇതുവരെ അന്തിമം ആയി എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ലെങ്കിലും ഡോക്ടറുടെ ശുപാർശയാണ്. ഫോറൻസിക് സർജൻ ഇക്കാര്യത്തിൽ ഒരു ശുപാർശ നൽകിയിട്ടുണ്ട് പ്രവിധ. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ജനുവരിയിലാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്, അതായത് മുഹസിനെ പ്രസവിക്കുന്നത്. ആ വീട്ടിൽ തന്നെയായിരുന്നു ആ പ്രസവം നടത്തിയത്. ഈ പ്രസവത്തിന്റെ പ്രസവം എടുക്കാൻ മറ്റൊരു സ്ത്രീയുടെ അക്യുപഞ്ചർ ചികിത്സക എന്ന വ്യാജ ഒരു ചികിത്സയുടെ മറവിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു യുവതിയുടെ കൂടി സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ആ യുവതിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. അപ്പോഴാണ് ഈ ഏതാണ്ട് 6 ദിവസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അപ്പോൾ ഈ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കൂടുതൽ റീ എക്സാമിനേഷൻ പരിശോധനകൾ വേണമെന്ന് ഫോറൻസിക് സർജൻ കൃത്യമായി നിർദ്ദേശിക്കുകയായിരുന്നു. ആ ഒരു ശുപാർശയാണ് ഇപ്പോൾ പോലീസിന് മുൻപിലുള്ളത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദമായ പരിശോധനകളും നിയമപരമായ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പ്രവിധ സൂചിപ്പിച്ച പോലെ ഇഞ്ചിഞ്ചായി നരകിച്ചുള്ള ഒരു മരണം അത് തന്നെയാണ് മോഹസിനിക്ക് സംഭവിച്ചിട്ടുള്ളത്. ശരീരമാസകലം വ്രണമാണ് ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.